ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് തിന്നുന്നതിന് മനുഷ്യനായ ഒരു ഉളുപ്പ് വേണം. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മതം പറഞ്ഞ് ലാഭം ഉണ്ടാക്കുന്ന ഒരേ ഒരു കൂട്ടരെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ വേറെ ഏറ്റവും കൂടുതൽ ഇറങ്ങി നിൽക്കുന്നത് കച്ചവടക്കാർക്കിടയിലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു കച്ചവടക്കാർക്കും എതിരല്ല, ഞാൻ ഒരു മതങ്ങൾക്കും ഒന്നിനും എതിരല്ല, ഞാനും ഒരു വിശ്വാസിയാണ്. പക്ഷേ ഒരു കച്ചവടം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു മതവുമായിട്ട് കലർത്തി ചെയ്യേണ്ടുള്ളൊരു സംഭവം അല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു തട്ടിപ്പ്. ഇന്ന് അവരുടെ ഒരു വിവരവും കാര്യങ്ങളും ഇല്ല. ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ലോകത്തില്ലാത്ത ലാഭം ഞങ്ങൾ കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ കടകൾ തുടങ്ങാനായിട്ട് പോകുന്നു, അതിൽ ആർക്കും കിട്ടാത്ത ലാഭം ഞങ്ങൾ കൊടുക്കുന്നു, നിങ്ങളെല്ലാവരും പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടോ, അപ്പോൾ കൂടുതൽ പുണ്യം കിട്ടും പടച്ചോൻ്റെ പേരല്ലെന്ന് വിചാരിച്ച് എല്ലാവരും കൊണ്ട് അവിടെ പൈസ ഇട്ട് കൊടുക്കും. ഞാൻ ആരെയും കളിയാക്കുമല്ല, പൈസ നഷ്ടപ്പെട്ട ഓരോരുത്തവരിലെയും ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്കൊരു സൂചനയാണ്. ഈ മതം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ഓരോരുത്തർക്കുമുള്ള സൂചനയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അള്ളാഹുടെ പേര് പറയുക, അതേപോലെ എന്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹുടെ വർക്കത്ത് പറയുക, അത് പറയുക, ഇത് പറയുക, വേറൊരുത്തരുള്ള ഹദീസ് പറയുക. അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചാൽ അപ്പോഴേ വരും ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ഹദീസുമായിട്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇവരെല്ലാവരും പറയുന്നത് വലിയ വലിയ പണ്ടത്തെ പ്രവാചകന്മാർ കഷ്ടപ്പെട്ട കഥകളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരനുഭവിച്ച കഷ്ടതകളാണ്. ഈ പറയുന്ന ഇവർ സഞ്ചരിക്കുന്നത് റോൾസ് റോയ്സ് കാറിലും ഇവരന്ന് വൈകിട്ട് കഴിക്കുന്ന മട്ടൻ മന്തിയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കച്ചവടവും അതേപോലെ വിശ്വാസവും തമ്മിൽ കലർത്തരുത്. അത് രണ്ടാണ്. അതേപോലെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴായാലും സെൻസിബിൾ ആയിട്ട് വൈസായിട്ട് റിയലിസ്റ്റിക് റിട്ടേൺ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അല്ലാതെ ഞങ്ങൾ ഇന്നെടുത്തിട്ട് കഴിഞ്ഞാൽ പടച്ചോൻ എനിക്ക് കൂടുതൽ പുണ്യം തരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിലും ആ കച്ചവടക്കാർക്കിടയിലും മതം കലർന്നു കഴിഞ്ഞാൽ ആ നാട് മുടിഞ്ഞെന്നാണ്. അത് രണ്ടും ഇന്ന് മലയാളികൾക്കിടയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ ബി കെയർഫുൾ.